Assalamualaikum friends. ഞാൻ ഇന്ന് ഫുൽക്ക എങ്ങനെ ഉണ്ടാക്കാനാണ് കാണിക്കുന്നത്. എനിക്ക് നല്ല ബാസ ഫിഷ് കിട്ടി. അപ്പോൾ നല്ല മുളകിട്ട മീൻകറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി, റൊട്ടി, ഫുൽക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഫുൽക്ക എന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ ഇത് സ്റ്റൗവിൽ ഇട്ടിട്ട് അതിനെ ഒന്ന് സാധാരണ ചപ്പാത്തി ചുടുന്നതിനേക്കാൾ അതൊന്ന് ഇങ്ങനെ ഡയറക്റ്റ് അടുപ്പിലോട്ട് ഇട്ടിട്ടൊന്ന് പൊള്ളച്ചെടുപ്പിക്കും. അതുകൊണ്ടാണ് ഫുൽക്ക എന്ന് പറയുന്നത്. അത് ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ആട്ട എടുത്തിട്ടുണ്ട് ഇവിടെ. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും. ഞാനൊരു ചെറിയ നേരിയ ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇവിടെ മാവ് നന്നായിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് സാധാരണ കൈ വെച്ച് കുഴക്കുന്ന പോലെ കുഴച്ചാലും മതി കേട്ടോ. ഞാൻ കുഴക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഉരുളയാക്കിയിട്ട് പിന്നെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. നമുക്കിതിനെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഒരുപാട് വലുതായിട്ട് എടുക്കരുത്. ഞാനിത് പൊടിയിൽ മുക്കിയാണ് പരത്തിയെടുക്കുന്നത്, എണ്ണ ആക്കിയിട്ടല്ല. ഇങ്ങനെ ഉരുളകളാക്കിയെടുത്തതിന് പൊടിയിൽ മുക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിനെ പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം ഇങ്ങനെ വട്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ നന്നായിട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. ഞാൻ ചപ്പാത്തി പലകയിൽ വെച്ച് പരത്താറില്ല. ഞാൻ സ്ലാബിൽ വെച്ചാണ് പരത്തുന്നത്. സ്ലാബ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് അതിൽ സ്ലാബിൽ പൗഡർ ഇട്ടിട്ട് ആട്ട പൗഡർ ഇട്ടിട്ട് അതിലാണ് ഞാൻ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുന്നത്. എനിക്ക് ചപ്പാത്തി പലകയിൽ വരുത്തുന്നതിനേക്കാൾ ഇഷ്ടം സ്ലാബിൽ വരുത്തുന്നതാണ്. നിങ്ങൾക്ക് ചപ്പാത്തി പലകയിലും പരത്താം. നമുക്കിനി ഓരോ ചപ്പാത്തി പരത്തിയെടുക്കാം. ഇങ്ങനെ തിരിച്ചു കൊടുത്ത് പരത്തിയാൽ പെട്ടെന്ന് നന്നായിട്ട് പരത്തിയെടുക്കാൻ കഴിയും. നല്ല തിന്നായിട്ട് എല്ലാ വശവും ഒരുപോലെ കിട്ടുന്നതാണ്. ഇപ്പം നല്ല കനം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ബാക്കിയെല്ലാം നമുക്ക് നല്ല കനം കുറച്ച് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാ ചപ്പാത്തി ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ ചുട്ടെടുക്കുന്നത് നോക്കാം. പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. നല്ല വലിയ തീയിൽ തന്നെ വെക്കണം. രണ്ട് സൈഡും ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ ഡയറക്റ്റ് ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കുക.
തന്നെ ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. എന്നിട്ട് ഇത് ഒരു കാസറോളിലോട്ട് മാറ്റി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം. ചൂടുള്ളത് കാരണം അതങ്ങനെ അലിഞ്ഞോളും. നെയ്യ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ ഈ സാധനം ഇല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അടുപ്പിൻ്റെ മുകളിൽ ഇട്ടിട്ടും ചെയ്യാം, സ്റ്റവിൻ്റെ മുകളിൽ ഇട്ടിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് സ്റ്റവിൻ്റെ മുകളിലോട്ട് ഡയറക്റ്റായിട്ട് ഇടാൻ മടിയാണ്, അതുകൊണ്ട് ഇഷ്ടമല്ല, ഒരു തൃപ്തിയില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം, അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുൾക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടത് നല്ല തിന്നാണ്, നല്ല സോഫ്റ്റാണ്. നെയ്യ് ഓപ്ഷണലാണ്, ഞാൻ എപ്പോഴും ഒഴിച്ചു കൊടുക്കാറില്ല. ഇപ്പോൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഒഴിച്ചെന്നേ ഉള്ളൂ. ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നെയ്യ് ഒഴിക്കരുത്, ഒന്നിങ്ങനെ തടവി കൊടുത്താൽ മാത്രം മതി. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത റെസിപ്പീസായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ.